നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ, അതായത് KPCCയിലെ നേതൃമാറ്റ ചർച്ചകൾ ലവലേശം കെ സുധാകരൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധാകരനെ എടുത്തു കളഞ്ഞിട്ട് അവിടെ വേറെ ആളുകൾ കയറിയിരിക്കും എന്ന് ഉറപ്പായിട്ടും അതങ്ങോട്ട് ശരിവെക്കാനുള്ള മനസ്സ് കെ സുധാകരനില്ല. സണ്ണി ജോസഫിൻ്റെയും ആന്റോ ആന്റണിയുടെയും പേരുകളാണ് അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്ന ദിവസം മുതൽ ഏതാണ്ട് വിറളി പിടിച്ച അവസ്ഥയിലാണ് കെ സുധാകരൻ. സംഭവത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമങ്ങളോട് പിണറായിയുടെ കടക്കുപുറത്തെന്ന നയമാണ് സുധാകരൻ സ്വീകരിച്ചത്. ഹൈക്കമാൻഡ് സംഭവത്തിൽ തീരുമാനിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുധാകരന്റെ മറുപടി എന്തായിരുന്നു എന്ന് കേൾക്കേണ്ടേ? അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം തന്നെ പറയുന്നതല്ലേ. അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഹൈക്കമാൻഡിലെ ഏറ്റവും വലിയ പവർഫുൾ നിങ്ങൾ പോയി അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും. ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല പ്ലാനുണ്ടോ സുധാരണ മാറ്റാൻ? അതാ പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല, എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. എന്തായാലും സുധാകരന്റെ വാക്ക് മുഖവിലക്കെടുക്കാതെ നേതൃമാറ്റത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇതിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് പേരിന് സുധാകരനുമായി ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. നേതൃമാറ്റത്തിന്റെ ചർച്ച വന്നിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം. താൻ മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല പോലും. രാഹുൽ ഗാന്ധിയുമായി മല്ലികാർജ്ജുന ഖാർഗെയുമായി 1.5 മണിക്കൂർ ചർച്ച നടത്തി. നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല. മാറ്റണമെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അതിനൊരു കടലാസ് അയച്ചാൽ മതി എന്നാണ്. സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും അവസാനം വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. പാർട്ടി പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മാറും. ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. തനിക്ക് അനാരോഗ്യമാണെന്ന് പ്രചരണം നടക്കുന്നുണ്ട്, അത് അസത്യമാണ്. അങ്ങനെ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ നടത്തില്ലേ, മരുന്ന് കഴിക്കില്ലേ? ഞാൻ ബുദ്ധിയും വിവരവും ഇല്ലാത്തവനാണോ? ഇതൊക്കെയാണ് സുധാകരൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താൻ ജിമ്മിൽ കളിച്ചു, അപ്പോൾ മനസ്സിലായിക്കൂടെ പൂർണ്ണ ആരോഗ്യവാനാണെന്ന്? രോഗിയാണെങ്കിൽ ക്ഷീണം ഉണ്ടാവില്ലേ എന്നൊക്കെ പ്രചരിപ്പിച്ച് എന്നെ മൂലക്കിരുത്താനാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. അതാരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അതാരെന്ന് പറയില്ല. വ്യക്തി താല്പര്യത്തിന് വേണ്ടി പാർട്ടിയുടെ താല്പര്യം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. പാർട്ടി ഒറ്റക്കെട്ടായി പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും രാജ്യത്തിൻ്റെ നട്ടെല്ലും മതേതര രാഷ്ട്രത്തിൻ്റെ അസ്തിത്വമാണ് ഈ പാർട്ടിയെന്നും ഇതാണ് സുധാകരന്റെ പക്ഷം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.